നമസ്കാരം. ഇന്ന് ലോക ഭക്ഷ്യസുരക്ഷാ ദിനം. ഭക്ഷ്യവസ്തുക്കളിൽ നിന്നുണ്ടാകുന്ന രോഗങ്ങൾ കണ്ടെത്തുന്നതിനും നിയന്ത്രിക്കുന്നതിനും ഒഴിവാക്കുന്നതിനും ജനങ്ങളുടെ ആരോഗ്യം മെച്ചപ്പെടുത്തുന്നതിനുമായാണ് ജൂൺ 7 ലോക ഭക്ഷ്യസുരക്ഷാ ദിനമായി ആചരിക്കുന്നത്. ഭക്ഷ്യസുരക്ഷയുടെ ആവശ്യകതയെക്കുറിച്ച് അവബോധം നൽകുന്നതിനും ഭക്ഷ്യജന്യ രോഗങ്ങൾ തടയുന്നതിനും കണ്ടെത്തുന്നതിനും കൈകാര്യം ചെയ്യുന്നതുമാണ് ഈ ദിനത്തിലൂടെ ലക്ഷ്യമിടുന്നത്. ഭക്ഷണ നിലവാരങ്ങൾ ജീവൻ രക്ഷിക്കുന്നു എന്നതാണ് ഈ വർഷത്തെ ഭക്ഷ്യസുരക്ഷാ ദിനത്തിന്റെ പ്രമേയം. ഭക്ഷണ മാനദണ്ഡങ്ങളുടെ പ്രാധാന്യത്തിലേക്ക് ശ്രദ്ധ ആകർഷിക്കുകയും ഭക്ഷ്യജന്യ രോഗങ്ങൾ തടയുന്നതിനും കണ്ടെത്തുന്നതിനും ചികിത്സിക്കുന്നതിനുമുള്ള അവബോധം വർദ്ധിപ്പിക്കുക എന്നിവയും ഈ ദിനത്തിലൂടെ ലക്ഷ്യമിടുന്നുണ്ട്. വിശപ്പിന്റെയും പട്ടിണിയുടെയും ദാരിദ്ര്യത്തിന്റെയും ദയനീയ മുഖം ലോകത്തിനു മുന്നിൽ കൊണ്ടുവരിക, ഭക്ഷ്യപ്രതിസന്ധിക്കും വിശപ്പിനുമെതിരായ പോരാട്ടത്തിൽ രാജ്യാന്തര സഹകരണം ഉറപ്പുവരുത്തുക, അന്തർദേശീയ തലത്തിൽ കാർഷിക വളർച്ചയ്ക്ക് പ്രാധാന്യവും പ്രോത്സാഹനവും നൽകുക എന്നിവയും ഈ ദിനത്തിൻ്റെ മറ്റു ലക്ഷ്യങ്ങളാണ്. സുരക്ഷിതമല്ലാത്ത ഭക്ഷണം കഴിക്കുന്നത് മൂലം പ്രതിദിനം ശരാശരി 1,60,000 ആളുകൾ രോഗികളാകുന്നുവെന്നാണ് ലോകാരോഗ്യ സംഘടന പറയുന്നത്. അതുകൂടാതെ 5 വയസ്സിന് താഴെയുള്ള 340 കുട്ടികൾ ഭക്ഷ്യജന്യ രോഗങ്ങളാൽ പ്രതിദിനം മരിക്കുന്നു. വൈറസുകൾ, രാസവസ്തുക്കൾ അല്ലെങ്കിൽ ബാക്ടീരിയകൾ എന്നിവയിൽ മലിനമായ സുരക്ഷിതമല്ലാത്ത ഭക്ഷണം ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾക്കും പകർച്ചവ്യാധികൾക്കും ഇടയാക്കും. ഇത് തടയാനുള്ള മാർഗം മതിയായ ശുചിത്വം, കൈകാര്യം ചെയ്യൽ, സംഭരണം, സംസ്കരണ രീതികൾ എന്നിവയാണ് ഇതിൻ്റെ കാരണങ്ങൾ. അതേസമയം ലോക ഭക്ഷ്യ സുരക്ഷാ ദിനത്തിൽ തന്നെ സംസ്ഥാന ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ നൂതന സംരംഭമായ ഈറ്റ് റൈറ്റ് മൊബൈൽ ആപ്പും യാഥാർത്ഥ്യമാവുകയാണ്. ഈറ്റ് റൈറ്റ് കേരള എന്ന മൊബൈൽ ആപ്പിലൂടെ ഗുണനിലവാരം സൂക്ഷിക്കുന്ന ഹോട്ടലുകളുടെ വിവരവും അവയുടെ ലൊക്കേഷനും അറിയാൻ കഴിയും. നിലവിൽ 1600 ഹോട്ടലുകളാണ് വിവിധ ജില്ലകളിലായി ഹൈജീൻ റേറ്റിംഗ് പൂർത്തിയാക്കി ആപ്പിൽ സ്ഥാനം നേടിയിട്ടുള്ളത്. കൂടാതെ ഭക്ഷ്യസുരക്ഷാ നിയമത്തെക്കുറിച്ചുള്ള വിവരങ്ങളും ഈ ആപ്പിൽ ലഭ്യമാണ്. അതിനാൽ ഈ ആപ്പിലൂടെ പരാതികൾ അറിയിക്കാനും കഴിയും.